നിറഞ്ഞു പെയ്യുന്ന മഴയിൽ രാമായണ മാസത്തിന് തുടക്കം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കനത്ത മഴയുടെ അകമ്പടിയോടെയാണ് ഇക്കുറി രാമായണ മാസം വന്നെത്തിയത്. മഴമാസമായ കർക്കിടകം അവസാനിക്കുന്നതുവരെ ഇനി ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകൾ. കർക്കിടകം എത്തിയതോടെ രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ. ക്ഷേത്രങ്ങളും ഭവനങ്ങളുമെല്ലാം രാമായണ കഥാപാരായണത്താൽ മുഖരിതമാകുന്ന നാളുകളാണ് എത്തിയിട്ടുള്ളത്. സമീപകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കനത്ത മഴയുടെ അകമ്പടിയോടെയാണ് ഇക്കുറി കർക്കിടകം എത്തിയത്. കർക്കിടകത്തിന്റെ ഇരുട്ടിൽ ആശ്വാസവും വെളിച്ചവും തേടിയുള്ള രാമായണ പാരായണത്തിന്റെ സന്ദർഭ പ്രാധാന്യവും ഏറുകയാണ്. രാമായണ മാസത്തിൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കപ്പെടാറുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ രാമായണാധിഷ്ഠിത മത്സര പരിപാടികൾ ഈ മാസമാണ് സംഘടിപ്പിക്കുന്നത്. രാമായണ ക്വിസ് പോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിവിധ പരിപാടികളും തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചു വരാറുണ്ട്. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടക ഔഷധ സേവയും വൈകാതെ നടക്കും. ആരോഗ്യ പരിപാലനത്തിന് പരമ്പരാഗത ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സാമുറകളും വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു വരികയാണ്. കർക്കിടക കഞ്ഞി, സുഖചികിത്സ എന്നിവയ്ക്കെല്ലാം ഏറെ പ്രാധാന്യം ഈ മഴമാസത്തിലാണുള്ളത്. മാസാരംഭത്തിൽ തന്നെ മഴ കനക്കുന്നത് ആശങ്കകൾക്കും ഇടയാക്കുന്നുണ്ട്.